ഹായ് കുട്ടിക്കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ കഥകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായോ? എന്നിട്ടും ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നാലേ നിങ്ങൾക്ക് കൂടുതൽ കഥകൾ കാണാൻ കഴിയുകയുള്ളൂ. ഇന്ന് നമ്മൾ പ്രകൃതിയുടെ എഞ്ചിനീയർമാർ എന്നറിയപ്പെടുന്ന ബീവറുകളുടെ, നീർനായ്ക്കൾ എന്നും വിളിക്കാം, എന്നാൽ ബീവർ എന്ന പേരാണ് കൂടുതൽ യോജിക്കുന്നത്, അധ്വാനത്തിന്റെയും സ്നേഹത്തിന്റെയും കഥയാണ് പറയുന്നത്. എല്ലാവർക്കും ബീവറുകളെ ഇഷ്ടമല്ലേ? എന്നാൽ നമുക്ക് തുടങ്ങാം. ദൂരെ നിബിഡമായ വനത്തിനുള്ളിലൂടെ കണ്ണാടി പോലെ തെളിഞ്ഞൊഴുകുന്ന ഒരു നദിയുണ്ടായിരുന്നു. നദിക്കരയിലെ പോപ്ലർ മരങ്ങളുടെയും വില്ലോ മരങ്ങളുടെയും ഇലകൾക്ക് സ്വർണ്ണ നിറം വന്നെത്തുന്ന ശരത്കാലം. അവിടെയാണ് നമ്മുടെ കഥാനായകനായ ബ്രൂണോ എന്ന അച്ഛൻ ബീവറും ബെല്ല എന്ന അമ്മ ബീവറും അവരുടെ ഓമനകളായ ടിറ്റുവും മിട്ടുവും താമസിച്ചിരുന്നത്. മഞ്ഞുകാലം പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. വനത്തിലെ മറ്റേതു ജീവിയേക്കാളും തിരക്ക് ബ്രൂണോയ്ക്കും കുടുംബത്തിനുമായിരുന്നു. തണുത്തുറയുന്ന മഞ്ഞുകാലത്ത് പുറത്തിറങ്ങുക അസാധ്യമാണ്. അതുകൊണ്ട് മഞ്ഞു വീഴുന്നതിനു മുൻപേ തന്നെ വരും മാസങ്ങളിലേക്കുള്ള ഭക്ഷണം ശേഖരിക്കണം, വീട് ബലപ്പെടുത്തണം. ബ്രൂണോ തന്റെ മൂർച്ചയേറിയ മുൻപല്ലുകൾ കൊണ്ട് മരങ്ങൾ കരണ്ടു മുറിക്കുന്ന ശബ്ദം കാട്ടിൽ മുഴങ്ങിപ്പൊങ്ങി. ടിറ്റു, മിട്ടു, വേഗം വരൂ, ഈ ചെറിയ കൊമ്പുകൾ നമുക്ക് വെള്ളത്തിലേക്ക് മാറ്റണം. ബെല്ല കുട്ടികളെ ഉത്സാഹിപ്പിച്ചു. അവർ കേവലം മരങ്ങൾ മുറിക്കുകയായിരുന്നില്ല. ആ മരക്കൊമ്പുകളെല്ലാം അവർ തങ്ങളുടെ വീടിന് സമീപമുള്ള വെള്ളത്തിന്റെ അടിത്തട്ടിൽ കുത്തിനിർത്തി. ഇതായിരുന്നു അവരുടെ ഫ്രിഡ്ജ്. മഞ്ഞുകാലത്ത് നദിയുടെ മുകൾ പരപ്പ് ഐസായി മാറുമ്പോഴും ഈ വെള്ളത്തിനടിയിലെ ശേഖരത്തിൽ നിന്ന് അവർക്ക് ഭക്ഷണം ലഭിക്കും. മരത്തൊലി. നദിയുടെ ഒത്ത നടുക്ക് മരക്കൊമ്പുകളും ചെളിയും കല്ലുകളും കൊണ്ട് നിർമ്മിച്ച ഒരു കൊച്ചു ദ്വീപ് പോലെ അവരുടെ വീട് തലയുയർത്തി നിന്നു. പുറമേ നിന്ന് നോക്കിയാൽ ഉണങ്ങിയ മരക്കൊമ്പുകളുടെ ഒരു കൂമ്പാരം പോലെ തോന്നുമെങ്കിലും അതൊരത്ഭുത നിർമ്മിതിയായിരുന്നു. ബ്രൂണോയും ബെല്ലയും ചേർന്ന് വീടിന്റെ പുറംഭാഗത്ത് നദിയിലെ ചെളിയും ഇലകളും കൂട്ടി തേച്ചു പിടിപ്പിച്ചു. മഞ്ഞു വീഴുമ്പോൾ ഈ ചെളി ഉറച്ച് സിമന്റ് പോലെയാകും. ഇത് കൊടും തണുപ്പിൽ നിന്ന് അവരെ സംരക്ഷിക്കും. വീടിനുള്ളിലേക്ക് കടക്കാൻ മനുഷ്യരെ പോലെ വാതിലുകളില്ല. വെള്ളത്തിനടിയിലൂടെ നീന്തി വേണം വീടിനുള്ളിലേക്ക് കയറാൻ. ഇത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ അവരെ സഹായിക്കുന്നു. വെള്ളത്തിനടിയിലെ തുരങ്കത്തിലൂടെ നീന്തി വീടിനുള്ളിലെത്തിയാൽ അവിടെ മറ്റൊരു ലോകമാണ്. വീടിന്റെ ഉൾവശം പ്രധാനമായും 2 നിലകളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്ന്, ആദ്യത്തെ മുറി, ഡൈനിങ് ഏരിയ. ഇത് വെള്ളത്തിൽ നിന്ന് നീന്തി കയറുന്ന ഭാഗമാണ്. ഇവിടെ വെച്ചാണ് അവർ തങ്ങളുടെ രോമങ്ങളിലെ വെള്ളം കുടഞ്ഞു കളയുന്നത്. ഭക്ഷണം കഴിക്കുന്നതും ഇവിടെ വെച്ചാണ്. രണ്ടാമത്തേത് ഉറക്കമുറി, സ്ലീപ്പിംഗ് ഏരിയ. ഇതിനു മുകളിലായി ഒട്ടും നനവില്ലാത്ത ഉണങ്ങിയ മരപ്പൊടികളും മൃദുവായ പുല്ലുകളും വിരിച്ച മനോഹരമായൊരു കിടപ്പുമുറിയുണ്ട്. പുറത്തെ കൊടും തണുപ്പൊന്നും ഇവിടെ അറിയില്ല. ബ്രൂണോയും ബെല്ലയും കുട്ടികളും ചേർന്ന് കിടക്കുമ്പോൾ അവരുടെ ശരീരതാപം കൊണ്ട് ആ മുറി എപ്പോഴും ഊഷ്മളമായിരിക്കും. മരക്കൊമ്പുകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന നേരിയ സൂര്യപ്രകാശം ആ വീടിനുള്ളിൽ ഒരു മാന്ത്രിക ഭംഗി നൽകിയിരുന്നു. മരത്തിന്റെ മണവും ഉണങ്ങിയ പുല്ലിന്റെ സുഗന്ധവും അവിടെ തങ്ങി നിന്നു. ഒരു ദിവസം രാത്രി കാടിനെ വിറപ്പിച്ചുകൊണ്ട് മഞ്ഞുകാറ്റ് വീശി. പിറ്റേന്ന് നോക്കുമ്പോൾ ലോകം മുഴുവൻ വെള്ള പുതച്ചിരിക്കുന്നു. നദിയുടെ ഒഴുക്ക് നിലച്ചു. ഉപരിതലം കട്ടിയുള്ള ഐസ് പാളിയായി മാറി. കാട് നിശബ്ദമായി. പക്ഷികളുടെ പാട്ടുകൾ നിലച്ചു. പക്ഷേ ബീവർ കുടുംബം സുരക്ഷിതരായിരുന്നു. അവരുടെ വീടിനു മുകളിലും മഞ്ഞൊരു പുതപ്പുപോലെ വീണുകിടന്നു. അത് വീടിനുള്ളിലെ ചൂട് പുറത്തു പോകാതെ കാത്തുസൂക്ഷിച്ചു. പുറത്ത് കൊടും തണുപ്പാണെങ്കിലും ബീവർ വീടിനുള്ളിൽ സ്നേഹത്തിന്റെ ചൂടുണ്ടായിരുന്നു. ടിറ്റുവും മിട്ടുവും അച്ഛന്റെയും അമ്മയുടെയും കഥകൾ കേട്ട് ആ ഉണങ്ങിയ പുൽമെത്തയിൽ കിടന്നുരുണ്ടു. വിശക്കുമ്പോൾ ബ്രൂണോ വെള്ളത്തിലേക്ക് ഊളിയിടും. ഐസിനടിയിലൂടെ നീന്തി നേരത്തെ സൂക്ഷിച്ചു വെച്ച മരക്കൊമ്പുകളിൽ നിന്ന് ഒരെണ്ണം കടിച്ചെടുത്തവൻ തിരികെ വരും. പിന്നെ എല്ലാവരും കൂടി ആ മരത്തൊലി രുചിയോടെ കഴിക്കും. ബാക്കി വരുന്ന മരക്കൊമ്പ് അവർ വീണ്ടും വീടിന്റെ ഭിത്തി ബലപ്പെടുത്താൻ ഉപയോഗിക്കും. ഒന്നും അവർ പാഴാക്കിയില്ല. ചിലപ്പോൾ വെള്ളത്തിനടിയിലൂടെ നീന്തുമ്പോൾ മുകളിലെ ഐസ് പാളികളിലൂടെ അരിച്ചെത്തുന്ന നീല വെളിച്ചം അവർ കൗതുകത്തോടെ നോക്കി നിൽക്കും. പുറം ലോകം നിശ്ചലമാണെങ്കിലും അവരുടെ കൊച്ചുലോകം ജീവൻ തുടിക്കുന്നതായിരുന്നു. പരസ്പരം രോമങ്ങൾ ചീകി മിനുക്കിയും നോക്കുകൾ ഉരച്ച് സ്നേഹം പങ്കിട്ടും അവർ ആ നീണ്ട മഞ്ഞുകാലം ആസ്വദിച്ചു.
ദിവസങ്ങൾ കടന്നുപോയി. പതിയെ സൂര്യന് ചൂടുകൂടി. നദിയിലെ ഐസ് ഉരുകി മാറുന്ന ശബ്ദം കേട്ടു തുടങ്ങി. വസന്തം വന്നെത്തിയിരിക്കുന്നു. ടിറ്റുവും മിട്ടുവും നീന്തി പുറത്തെത്തി. പച്ച വിരിച്ച കാട് അവരെ സ്വാഗതം ചെയ്തു. ഈ പ്രകൃതിയുടെ മനോഹരമായ ചക്രത്തിൽ തങ്ങളുടെ കൊച്ചു വീടിന്റെ സുരക്ഷിതത്വത്തിൽ ആ ബീവർ കുടുംബം സന്തുഷ്ടരായി ജീവിച്ചു. കഥയും റിയൽ സിനിമാറ്റിക് വീഡിയോയും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കുട്ടിക്കഥകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.